ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. രാജ്യത്താകമാനം UPI പേയ്മെന്റ് തകരാറിലാണ്. ജിപേ, പേടിഎം, ഫോൺ പേ എന്നിവ വഴിയുള്ള ഇടപാടുകൾ ഉച്ചയോടെ തടസ്സപ്പെട്ടു. ചില ബാങ്കിംഗ് ആപ്പുകളുടെ പ്രവർത്തനവും തകരാറിലായിരിക്കുകയാണ്. പി ബസന്താണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ബസന്ത്, എത്ര സമയമായി ഈ സ്തംഭനം ഉണ്ടായിട്ടുള്ളത്? സാങ്കേതിക തകരാർ എന്തെന്നാണ് മനസ്സിലാക്കുന്നത്? ബസന്ത്, ഇത് മൂന്നാം തവണയാണ് കഴിഞ്ഞ 3 ആഴ്ചയ്ക്കുള്ളിൽ UPIയുടെ സേവനങ്ങൾ മുടങ്ങുന്നത്. മാർച്ച് 26-നും ഏപ്രിൽ 2-നും സമാനമായ തരത്തിൽ തന്നെ UPI പേയ്മെന്റുകൾ ചില തടസ്സം നേരിട്ടിരുന്നു. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം നടക്കുന്നു എന്നാണ് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം തുടങ്ങിയ UPI പേയ്മെന്റ്സ് ആപ്പുകൾ വഴിയുള്ള പണമിടപാടുകളാണ് തടസ്സപ്പെട്ടിരിക്കുന്നത്. അതേസമയം ചില ബാങ്കിംഗ് ആപ്പുകൾക്കും തടസ്സം നേരിട്ടുണ്ട്. ICICI, SBI, HDFC തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഡൗൺ ഡിറ്റക്ടർ വഴി നോക്കുമ്പോൾ ഏകദേശം 2200 പരാതികൾ മാത്രമാണ് ഇതുവരെ ഔദ്യോഗികമായി വന്നിട്ടുള്ളത്. പക്ഷേ രാജ്യത്താകമാനം തന്നെ ഈ തടസ്സം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വസന്ത്, ഈ പണവിനിമയത്തിന് നാഡീവ്യൂഹമായി ഇത്തരം സംവിധാനങ്ങൾ മാറുമ്പോൾ ഇനി കൂടുതൽ സമയം എടുത്തേക്കാമോ? അതല്ല നിശ്ചിത സമയത്തിനുള്ളിൽ പരിഹരിക്കപ്പെടാനുള്ള, കാരണം മുൻപും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എടുത്തുന്ന സമയം അതുപോലെ തന്നെ ആയിരിക്കുമോ എന്നാണോ പ്രതീക്ഷിക്കുന്നത്? സാങ്കേതിക പ്രശ്നം താൽക്കാലികമാണെന്നാണ് ഇപ്പോൾ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ പേയ്മെന്റ് സംവിധാനങ്ങൾ വീണ്ടും പ്രവർത്തന സജ്ജമാകുമെന്ന് അവർ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, പി ബസന്താണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. രാജ്യത്താകമാനം UPI പേയ്മെന്റ് തകരാറിലാണ്. ജിപേയും, പേടിഎം, ഫോൺ പേ എന്നിവ വഴിയുള്ള ഇടപാടുകൾ ഉച്ചയോടെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ ഇടപാടുകളും, സാമ്പത്തിക ഇടപാടുകളും ഒക്കെ തന്നെ ആ നിലയ്ക്കായതുകൊണ്ട് വലിയൊരു ആശങ്കയ്ക്ക് ഇട നൽകുന്നതാണ്. അധിക സമയം എടുക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.